ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും കൽത്തപ്പം റെഡിയാക്കി എടുക്കുന്നവരല്ലേ. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഉണ്ണിക്കൽത്തപ്പം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി നല്ലപോലെ കഴുകി ഒരു 3 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയെടുത്ത് നമ്മളിതാ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതൊന്ന് ഒരു 2 ബാച്ചായി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു 6 ടേബിൾ സ്പൂണ് ചോറ്, അതേപോലെ തന്നെ 6 ടേബിൾ സ്പൂണ് തേങ്ങയും കൂടെ ഇട്ട് നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഈ അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. രണ്ടാമത്തെ അരപ്പും കൂടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഒരു 3 അച്ച് ശർക്കര നമ്മളൊന്ന് അരക്കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചൂട്ടോടെ തന്നെ നമുക്കിതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നമ്മളൊരു കോരി ഒഴിക്കുന്ന ആ ഒരു പരുവ് നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. നമ്മളിതാ അല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ചെറിയൊരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു സവോള ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടെ ഒന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് തന്നെ അത് മൂത്ത് വന്നോളും. നമ്മളിതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണ് കരിഞ്ജീരകം, സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കരിഞ്ജീരകം നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റ് ആണ്. ഒരല്പം അപ്പസോഡ, നമ്മുടെ ബേക്കിംഗ് സോഡ, ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത്. അത് ഉണ്ണിക്കൽത്തപ്പാണ്. അപ്പോൾ ഞാനിവിടെ കുഴിയപ്പ ചട്ടിയിലാണ് നമ്മൾ കൽത്തപ്പ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ കുഴിയപ്പത്തിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരല്പം എണ്ണ ഒന്ന് അടുക്കി പിടിക്കുക. ഇതിലേക്കാണ് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. ഇനി നമ്മളിത് സാധാരണ ചെയ്യുന്ന പോലെ ഒന്ന് മൂടി വെച്ച് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ടില്ലേ, ഇതേപോലെ നമുക്കിനി എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ഇനി കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അറകളോട് കൂടി തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല പോലെ ഇത് പൊന്തി വന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയും. കണ്ടില്ലേ, നമ്മൾ സാധാരണ എങ്ങനെയാണോ കൽത്തപ്പം റെഡിയാക്കി എടുക്കുന്നത് അതേ സ്റ്റൈലിൽ തന്നെ നല്ല അറകളോട് കൂടിയിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്കിത് അടുത്തതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തെ ബാച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉണ്ണിക്കൽത്തപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പുറത്തൊക്കെ നല്ല മഴയല്ലേ, നല്ല ചൂട് ചായക്കൊപ്പം അടിപൊളി ടേസ്റ്റ് ആട്ടോ. നല്ല അറകളോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കാണ് മറ്റുള്ളവർക്കൊരു പ്രചോദനമായിട്ട് മാറുള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.